JCF അസോസിയേഷൻസിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം. ഡേറ്റാ സയൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും അതിശയകരമായ ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വലിയ സങ്കീർണമായ തിയറികളൊന്നുമില്ലാതെ വളരെ രസകരമായി ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോ റെഡിയല്ലേ? നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ ഈ എക്സ്പ്ലെയിനർ പ്രധാനമായും 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യം ഡേറ്റാ ലാൻഡ്സ്കേപ്പ്, പിന്നെ ഇതിലെ കരിയർ സാധ്യതകൾ, മൂന്നാമതായി എന്താണ് മെഷീൻ ലേണിംഗ്, അവസാനം അതിന്റെ വകഭേദങ്ങൾ. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം ദി ഡേറ്റ ലാൻഡ്സ്കേപ്പ്. ഇന്ന് ലോകത്ത് എത്രത്തോളം ഡാറ്റയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. 2.5 ക്വിന്റിലിയൻ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഓരോ ദിവസവും ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഡേറ്റയുടെ അളവാണിത്. ഒന്നാലോചിച്ച് നോക്കിയേ, കോടിക്കണക്കിന് ആളുകൾ സ്മാർട്ട്ഫോണും ഇന്റർനെറ്റും ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഈ ഒരു ഡേറ്റാ പ്രളയം. ഇതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പ്രൊഫഷണലുകളെ അത്യാവശ്യമുണ്ടെന്ന് ഈ ഒറ്റ കണക്കിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും വരുന്ന ചോദ്യം ഇതാണ്: എന്താണ് ഈ ഡേറ്റാ സയൻസ്? വലിയ ഡെഫിനിഷനിലേക്ക് പോകുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ചിട്ടപ്പെടുത്തിയതും അല്ലാത്തതുമായ ഒരുപാട് ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ചെടുക്കുന്ന പരിപാടിയാണിത്. അതായത് വെറും അസംസ്കൃത ഡേറ്റയെ ബിസിനസ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്ന തന്ത്രങ്ങളാക്കി മാറ്റുന്ന ഒരു മാജിക്. അത്രയുള്ളൂ കാര്യം. ശരി, ഇനി നമ്മുടെ രണ്ടാമത്തെ സെഷനിലേക്ക് വരാം. കോർ കരിയർ പാത്തുകൾ. ഇത്രയും ഡേറ്റയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ കമ്പനികൾ ആരൊക്കെയാണ് സജീവമായി അന്വേഷിക്കുന്നത് എന്ന് നോക്കാം. ഈ ഫീൽഡിൽ നിങ്ങളൊരു ഡാറ്റ അനലിസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവട്ടെ, ചില ബേസിക് സ്കില്ലുകൾ എല്ലാവർക്കും നിർബന്ധമാണ്. കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ പൈത്തൺ അല്ലെങ്കിൽ R പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. ഇതുകൂടാതെ നല്ല ബിസിനസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രോബ്ലം സോൾവിംഗ് കഴിവും കൂടെ ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായി. ഇന്ത്യയിലെ ശരാശരി ശമ്പള നിരക്കുകളൊന്ന് നോക്കാം. ഒരു ഡേറ്റ അനലിസ്റ്റിന് ശരാശരി 4 ലക്ഷം രൂപയാണ് തുടക്കത്തിൽ ലഭിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടെക്നിക്കൽ സ്കിൽസുള്ള ഡേറ്റാ സയന്റിസ്റ്റിന് അത് 7 ലക്ഷമായി ഉയരുന്നു. ഇനി മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആണെങ്കിലോ അത് 7.2 ലക്ഷമാണ്. നിങ്ങളുടെ സ്കില്ലുകൾ കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡും ശമ്പളവും എങ്ങനെ കുതിച്ചുയരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇനി ഇവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നല്ലേ? ഒരു ഡാറ്റ അനലിസ്റ്റ് പ്രധാനമായും ബിസിനസ് ട്രെൻഡുകൾ കണ്ടെത്തുകയും റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഡാറ്റാ സയന്റിസ്റ്റുകൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയ പ്രശ്നങ്ങളാണ് ഡീപ്പ് ലേണിംഗ് ഒക്കെ വെച്ച് സോൾവ് ചെയ്യുന്നത്. ഇനി മെഷീൻ ലേണിംഗ് എഞ്ചിനീയർമാരാണെങ്കിലോ മനുഷ്യന്റെ സഹായമില്ലാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള AI സിസ്റ്റമുകളെ നിർമ്മിച്ചെടുക്കുന്നവരാണവർ. ദാറ്റ്സ് എ റിയൽ ഗെയിം ചേഞ്ചർ. ഓക്കെ, അപ്പം നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ എന്താണ് മെഷീൻ ലേണിംഗ്. ഈ ഡാറ്റാ വിപ്ലവത്തിന്റെ മുഴുവൻ എഞ്ചിനും ഇതാണെന്ന് പറയാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗും മെഷീൻ ലേണിംഗും തമ്മിൽ വളരെ രസകരമായൊരു വ്യത്യാസമുണ്ട്. സാധാരണ പ്രോഗ്രാമിംഗിൽ നമ്മൾ ഡേറ്റയും പ്രോഗ്രാമും കമ്പ്യൂട്ടറിന് കൊടുക്കും, കമ്പ്യൂട്ടർ നമുക്ക് ഔട്ട്പുട്ട് തരും. എന്നാൽ മെഷീൻ ലേണിംഗിൽ സംഗതി നേരെ തിരിച്ചാണ് കേട്ടോ. നമ്മൾ ഡേറ്റയും നമുക്ക് വേണ്ട ഔട്ട്പുട്ടും അങ്ങോട്ട് കൊടുക്കും, കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് അതിനുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ മോഡൽ ഉണ്ടാക്കിയെടുക്കും. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ലേ അത്? ഒരു മെഷീൻ ലേണിംഗ് പ്രോജക്റ്റിന് പ്രധാനമായും 6 ഘട്ടങ്ങളാണുള്ളത്. ഡാറ്റ കളക്ട് ചെയ്യുക, ഡാറ്റ റാംഗ്ലിംഗ് അഥവാ ക്ലീൻ ചെയ്യുക, അനാലിസിസ്, ആൽഗോരിതം ട്രെയിൻ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, അവസാനം ഡിപ്ലോയ് ചെയ്യുക. ഇതിലെ ഒരു രഹസ്യം എന്താണോ? ഈ രണ്ടാമത്തെ സ്റ്റെപ്പായ ഡാറ്റ റാംഗ്ലിംഗ് ആണ് ഇതിലേറ്റവും കൂടുതൽ സമയമെടുക്കുന്നതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും. ഇനി നമ്മുടെ എക്സ്പ്ലെയിനറിലെ അവസാന ഭാഗത്തേക്ക് വരാം. മെഷീൻ ലേണിംഗിന്റെ വകഭേദങ്ങൾ. കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് സ്വന്തമായി പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എളുപ്പത്തിൽ ഓർക്കാൻ ഇതൊരു റൂൾ ഓഫ് 3 ആയിട്ട് മനസ്സിൽ വെച്ചാൽ മതി. മെഷീൻ ലേണിംഗ് പ്രധാനമായും 3 തരത്തിലുണ്ട്: സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. പേരിൽ തന്നെയുണ്ട് കാര്യം. ഒരു ടീച്ചറുടെ മേൽനോട്ടത്തിൽ പഠിക്കുന്നത് പോലെയാണിത്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഡേറ്റയിൽ ചോദ്യവും ശരിയായ ഉത്തരവും നേരത്തെ തന്നെ ലേബിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ കമ്പ്യൂട്ടർ അത് നോക്കി കൃത്യമായി കാര്യങ്ങൾ പഠിച്ചെടുക്കും. ഇതിനൊരു അടിപൊളി ഉദാഹരണം പറയാം. ഫേസ്ബുക്കിൽ നമ്മൾ കൂട്ടുകാരുടെ ഗ്രൂപ്പ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവരെ തനിയെ ടാഗ് ചെയ്യാൻ ഫേസ്ബുക്ക് കാണിക്കാറില്ലേ? ഇത് ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് കാരണമാണ്. നമ്മുടെ പഴയ ഫോട്ടോകളിൽ നിന്ന് ഇതാണ് ഇന്നയാളുടെ മുഖം എന്ന് ലേബലുകളോടെ ഫേസ്ബുക്ക് നേരത്തെ തന്നെ കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇവിടെ മുൻപത്തെ പോലെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. കമ്പ്യൂട്ടറിന് നമ്മൾ കുറച്ച് ഡാറ്റ മാത്രം കൊടുക്കും. അതിൽ നിന്ന് വിവരങ്ങൾ തമ്മിലുള്ള ബന്ധവും മറഞ്ഞിരിക്കുന്ന പാറ്റേണുകളുമൊക്കെ കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തണം. ഇതൊന്ന് ആലോചിച്ചു നോക്കിയേ. പലതരം പച്ചക്കറികൾ ഒന്നിച്ചു കിടക്കുന്നൊരു വലിയ കൊട്ട. അതിൽ നിന്ന് ഒരേ നിറവും ആകൃതിയുമുള്ളവയെ കമ്പ്യൂട്ടർ തന്നെ തരംതിരിച്ച് വെവ്വേറെ കൂട്ടങ്ങളാക്കി മാറ്റുന്നു. ഇതിനെ നമ്മൾ ക്ലസ്റ്ററിംഗ് എന്ന് വിളിക്കും.
ഇത് ഇന്ന പച്ചക്കറിയാണെന്ന് ആരും പറഞ്ഞുകൊടുക്കാതെ തന്നെ അതിന്റെ സ്വാഭാവിക സവിശേഷതകൾ വച്ച് മെഷീൻ സ്വയം മനസ്സിലാക്കിയെടുക്കുകയാണിവിടെ. അപ്പോൾ ഇനി മൂന്നാമത്തെ കാറ്റഗറി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇവിടെ ട്രെയിനിംഗ് ഡേറ്റ ഒന്നുമില്ല കേട്ടോ. പകരം ഒരു സാഹചര്യവും നമ്മൾ നേടേണ്ട ഒരു ലക്ഷ്യവും മാത്രമേ ഉള്ളൂ. തെറ്റുകൾ ചെയ്തും ശരികൾ ചെയ്തും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു മുന്നേറുക, അവസാനം റിവാർഡ് മാക്സിമൈസ് ചെയ്യുക. അതാണിതിന്റെ സ്റ്റൈൽ. ഇത് മനസ്സിലാക്കാൻ ഒരു കൊച്ചുകുട്ടിയുടെ കാര്യമെടുക്കാം. കുറച്ചകലെയുള്ള ഒരു മിഠായി എടുക്കാൻ വേണ്ടി നടക്കാൻ ശ്രമിക്കുന്ന കുട്ടി. നടക്കാൻ ശ്രമിച്ച് താഴെ വീഴുമ്പോൾ അതൊരു നെഗറ്റീവ് റിവാർഡാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ നടന്ന് ആ മിഠായി എടുത്താലോ, അത് പോസിറ്റീവ് റിവാർഡും. ഇതേ ട്രയൽ ആൻഡ് എറർ രീതിയിലൂടെയാണ് കമ്പ്യൂട്ടറുകൾ ഇവിടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. JCF അസോസിയേഷൻസിലെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ഡേറ്റ ഇന്നെങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ ഈ വലിയ ഡേറ്റാ സയൻസ് ലോകത്ത് ഏത് കരിയർ പാത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം? ഇതൊരു വലിയ സാധ്യതകളുടെ ലോകമാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങളുടെ യാത്രയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറെടുക്കുക. അപ്പോൾ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നതിന് വലിയൊരു നന്ദി.